യെസ്, 3:30 കേരളം കാത്തിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ 6 പ്രതികളുടെ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, അതുപോലെ തന്നെ വിജീഷ്, മണികണ്ഠൻ, സലീം എന്നിവരുടെ ശിക്ഷാവിധി 6 പ്രതികളുടെയും ശിക്ഷാവിധി 3:30 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പറയും. 3:30 വൈകുന്നേരം 3:30 ഈ കേസിൽ വിധി പറയുക. 3:30 നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്ക് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്ക് കോടതി ശിക്ഷ എന്തായിരിക്കും? അവരുടെ ശിക്ഷ 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ ഇപ്പോൾ കേസിൽ വിധി പറയാനായി, അല്ലെങ്കിൽ വിധിന്യായം പറയാനായി ഇപ്പോൾ കോടതി മാറ്റിവെച്ചിരിക്കുന്നു. 3:30 ഇതിൽ വിധി പറയും കോടതി. 3:30 കോടതി നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം 6 പ്രതികൾക്ക് എന്തായിരിക്കും ശിക്ഷ? സംഭവം നടന്ന് 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്കും എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം, എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 3:30 കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ 6 പ്രതികൾ, 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം എന്ന സലീം, 6-ാം പ്രതിയായ പ്രദീപ്, ഈ 6 പ്രതികൾക്കും ഏത് ശിക്ഷ നൽകും? അതിൽ നേരത്തെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ 1 മുതൽ 6 വരെയുള്ള ഈ പ്രതികൾക്ക് ഒരേ ശിക്ഷ നൽകുമോ, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന്റെ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തതിന്റെ വ്യാപ്തി അനുസരിച്ച് ഈ ശിക്ഷയുടെ അളവിൽ വ്യത്യാസമുണ്ടാകുമോ എന്നുള്ളതാണ്. ഏതായാലും ഇനി നമുക്ക് വിധിന്യായത്തിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്. ശരി ആന്റണി, ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് 3:30 കൂടി വിധി പ്രസ്താവിക്കുമെന്ന സുപ്രധാനമായ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോടതിയിൽ ഏറെ നേരത്തെ വാദപ്രതിവാദത്തിനെല്ലാം ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ വാദം കേൾക്കുന്നത് പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് 3:30 വിധി പറയും എന്നതാണ് ലഭിക്കുന്ന വിവരം. ആർക്കൊക്കെ എന്തൊക്കെ ശിക്ഷകളാണ് ലഭിക്കുക, 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ളവർക്ക് എന്തൊക്കെ ശിക്ഷയാണ് ലഭിക്കുക എന്നത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3:30 നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയുമെന്നതാണ് ലഭിക്കുന്ന വിവരം. അതുല്യ രാമചന്ദ്രനും ആന്റണി ജിസ് ജോർജും വിനയ രാജുമാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ 3:30 വിധി പറയുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. 3:30 6 പ്രതികളുടെയും ശിക്ഷ വിധിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. കോടതിയിൽ ഈയൊരു 1.5 മണിക്കൂർ വാദപ്രതിവാദങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. പ്രോസിക്യൂഷനും ജഡ്ജിയും അടക്കം തമ്മിൽ ഒരു വാദപ്രതിവാദത്തിനാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. അതുപോലെ തന്നെ കോടതി പറയുകേണ്ട അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗത്തിനോടക്കം കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 6 പ്രതികളുടെയും വാദങ്ങൾ കേൾക്കുന്നത് പൂർത്തിയായി. അതുപോലെ തന്നെ ഇപ്പോൾ കോടതിയിൽ വാദം കേൾക്കുന്നത് പൂർത്തിയായി. ശിക്ഷാവിധി 3:30 എന്ന വിവരമാണ് ലഭിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 3:30 ശിക്ഷാവിധി പ്രഖ്യാപിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. വിനയ രാജ് ചേരുന്നു. വിനയ, 3:30 കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുകയാണ്. 3:30 കൂടി ഈ കേസിൽ വിധി പറയുമെന്നതാണ്. 8 വർഷം നീണ്ടുനിന്ന വിചാരണകൾക്കും എല്ലാത്തിനും ശേഷം ഇപ്പോൾ 3:30 ഈ ഒരു നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം വിധി പറയാൻ പോകുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ, ആ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ 3:30 ഈ കേസിൽ വിധി വരുമെന്ന് കോടതി പറയുന്നത്. ഏകദേശം സൂചിപ്പിച്ച പോലെ 8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടം, ആ 8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിൽ ഇന്നിപ്പോൾ വിധി വരുമ്പോൾ എന്താണ് ശിക്ഷ നൽകുക, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്താണ് ശിക്ഷ നൽകുക എന്നാണ് ഇനി കണ്ടറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. 11:30 കൂടിയായിരുന്നു ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 11 മണിക്ക് ആദ്യ കേസായി പരിഗണിക്കുമെന്ന് ആദ്യം വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുന്ന സാഹചര്യം, മറ്റു കേസുകൾ പരിഗണിച്ച ശേഷം ഈ കേസിലേക്ക് വരാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്, അതുകൊണ്ട് തന്നെ മറ്റു കേസുകൾ പരിഗണിച്ച ശേഷം ഈ കേസിലേക്ക് വരാമെന്ന് കോടതി പറയുകയായിരുന്നു. അതിനുശേഷം ഏകദേശം 11:30 ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേസ് പരിഗണിച്ച ശേഷം
1 മുതൽ 6 വരെയുള്ള പ്രതികളെ വിളിക്കുന്നു. അതിനുശേഷം അവർ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. അവർക്ക് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കോടതിക്ക് മുൻപാകെ കേസിൽ 3:30 വിധി പറയും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ 3:30 വിധി പറയാനായി കോടതി മാറ്റിയിരിക്കുകയാണ്. വിനയ രാജാണ് വിവരങ്ങൾ. വിനയ, തുടരുക. ഇനി ഇടവേളയ്ക്ക് ശേഷം വിനയയിലേക്ക് തന്നെ തിരികെ